നമ്മുടെ സമയത്തെ എങ്ങനെ ഉപയോഗിക്കാം? ഇനി മുതൽ സമയം തികയില്ല എന്ന് ആരും പറയില്ല. നമ്മളെല്ലാവരും സാധാരണയായി പറയുന്നതാണ് എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല എന്നത്. പക്ഷേ സത്യം പറയട്ടെ, സമയം കിട്ടുന്നില്ല എന്നല്ല, സമയം മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല എന്നതാണ് സത്യം. ടൈം മാനേജ്മെൻറ്റ് എന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ടൈം മാനേജ്മെൻറ്റ് എന്നത് 24 മണിക്കൂറുകളിൽ കൂടുതൽ സമയം ഉണ്ടാക്കുന്നതല്ല, ഉള്ള സമയത്തെ ശരിയായി ഉപയോഗിക്കുന്നതിനെയാണ്. ഒരേ 24 മണിക്കൂർ ഒരാളെ വിജയിപ്പിക്കുന്നു, മറ്റൊരാളെ പിന്നിലാക്കുകയും ചെയ്യുന്നു. അതിനുള്ള വ്യത്യാസം ടൈം മാനേജ്മെൻറ്റ് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന 3 വലിയ തെറ്റുകൾ എന്താണെന്ന് പറയാം. 1. എല്ലാം ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് ശരിയായി ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ തെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നല്ല നാളെ ചെയ്യാം എന്ന് പറയുന്ന മെൻറ്റാലിറ്റി. മൂന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ അഡിക്ഷനാണ്. നമ്മൾ 5 മിനിറ്റ് സ്ക്രോൾ ചെയ്യാം എന്ന് വിചാരിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 1 മണിക്കൂർ സമയം പോയി കിട്ടും. സിമ്പിളായിട്ടുള്ള 4 ടൈം മാനേജ്മെൻറ്റ് റൂൾസിനെ പറ്റി പറയാം. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. രാവിലെ എഴുന്നേറ്റാലുടൻ ഇന്ന് ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങൾ എഴുതുക. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് പ്രിയോറിറ്റി റൂൾ, അതായത് മുൻഗണനാ ക്രമത്തിൽ എഴുതുക. അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ബാക്കിയുള്ളവ. ആദ്യം നമ്മൾ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. റൂൾ 3 എന്ന് പറയുന്നത് 25 മിനിറ്റ്സ് റൂള്, അതായത് 25 മിനിറ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകും. റൂൾ 4 എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ കൺട്രോൾ. പഠിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഫോൺ സൈലൻ്റ് ആക്കി ദൂരത്തേക്ക് വയ്ക്കുക. നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് അത് എടുക്കണമെന്ന് തോന്നുന്നത്. ചെറിയ ഹാബിറ്റിൻ്റെ ഫലം വലിയ ചേഞ്ച് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുക. നമ്മുടെ ശീലങ്ങൾ ദിവസം 1% ബെറ്റർ ആയാൽ 1 വർഷം 37% ബെറ്റർ ആവും എന്ന് ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ടൈം മാനേജ്മെൻറ്റ് കൊണ്ട് ഒരു ദിവസം ജീവിതം മാറ്റില്ല, പക്ഷേ ദിവസേന പ്രാക്ടീസ് ചെയ്താൽ ജീവിതം മാറും. സമയം നിങ്ങളെ നിയന്ത്രിക്കരുത്, നിങ്ങൾ സമയത്തെ നിയന്ത്രിക്കണം. അതുകൊണ്ട് നമ്മൾ ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും മോട്ടിവേഷണൽ കണ്ടന്റിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.